ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇത് കുഴച്ച് നന്നായിട്ട് എടുക്കണം. നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ല റെഡിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തുണി നനച്ച്, അലക്കിയ തുണി നനച്ച് മൂടിക്കൊടുക്കാം. അത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് 1 മണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. മാവ് പൊറോട്ടയ്ക്ക് കുഴച്ച് വെച്ചിരുന്ന മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എടുക്കാം. അപ്പം നമുക്ക് ഇത് പൊറോട്ട പരത്താനായിട്ട് ഇവിടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് സേവനാഴിയിലാണ് ഞാൻ പിഴിഞ്ഞെടുക്കണത്. അപ്പം നമുക്ക് ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇത് പരത്താൻ നമുക്ക് എളുപ്പമുണ്ട്, വീശണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഇതേപോലെ ആക്കി എടുക്കാം. നമ്മുടെ പൊറോട്ട എല്ലാം ഞാൻ സേവനാഴിയിലാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് തയ്യാറാക്കാം. അതിനൊരു പാത്രം ഞാൻ അടുപ്പ് വെച്ച് കൊടുക്കുന്നു. ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് തയ്യാറാക്കി എടുക്കാം. നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തി ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ സേവനാഴിയിൽ തയ്യാറാക്കിയ, സേവനാഴി കൊണ്ട് പിഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. ഇത് പീശയും പരത്തിയൊന്നും വേണ്ട. പക്ഷേ ഇത് മാവ് കുഴച്ച് വെക്കുമ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് വെയിറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോഴും നല്ല സോഫ്റ്റ് പൊറോട്ട ഇതേപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.